ഹായ് ഓൾ, റീ എഡ്യൂക്കേറ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയൊരു യൂട്യൂബ് ചാനലാണ് അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അക്കൗണ്ടൻസി എന്ന വിഷയത്തിൻ്റെ ബേസിക്സ് ആണ്. ബേസിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ്സ്, ഡെഫിനിഷന്, അഡ്വാൻറ്റേജ്, അതിൻ്റെ മെത്തേഡ്സ് തുടങ്ങിയമായ കാര്യങ്ങളാണ്. ഇത് 2-3 പാർട്ടായിട്ട് മാത്രമേ നമുക്കത് തീർക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് നോക്കുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പോർഷൻസ് ആണ്. ഈ മീനിങ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, ഇതെന്താണ്, ഈ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, മെഷറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കായ വേയിൽ അത് റെക്കോർഡ് ചെയ്യുകയും മെഷർ ചെയ്യുകയും ചെയ്യുന്നതിനാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യലായ ഒരു ട്രാൻസാക്ഷൻ മറ്റൊരാളെ അറിയിക്കുവാൻ വേണ്ടി സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നീട് അതിൻ്റെ ഡെഫിനിഷനാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ പൊതുവെ അറിയാവുന്നതാണ്. അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അത് ചില ആളുകൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവാത്തത് കൊണ്ട് സിമ്പിളായൊരു ഡെഫിനിഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അക്കൗണ്ടിങ് ഇസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ്, മെഷറിംഗ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ഇൻ്ററപ്റ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അതായത് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന കസ്റ്റമേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. ഈ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറയുന്നതിന് അതായത് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, അങ്ങനെയുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് വേണ്ടി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്ത് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് മെഷർ ചെയ്തിട്ട് അത് ഏത് നേച്ചറാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് അതിനെ സമ്മറൈസ് ചെയ്ത് ഇൻ്ററപ്റ്റ് ചെയ്തിട്ട് ചെയ്യണതിനെയാണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന നീഡ്സ് ഓഫ് അക്കൗണ്ടിങ്, എന്തിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ട്സ് ചെയ്യണത് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിസിനസ് ഫിനാൻഷ്യൽ കീപ് ട്രാക്ക് ദെയർ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ ട്രാക്ക് അതെങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാനാണ്. പ്രോഫിറ്റിലാണോ ലോസിലാണോ ഒരു ബിസിനസ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ട് ചെയ്യുന്നത്. രണ്ടാമത് പ്രൊവൈഡ് ക്രൂഷ്യൽ ഇൻഫർമേഷൻ ഡിസിഷൻ മേക്കിംഗ് ബൈ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത് അക്കൗണ്ടിങ് ആണ്. അതായത് ബിസിനസ് ലാഭത്തിലാണ് പോകണമെങ്കിൽ അത് ലാഭം കൂട്ടാൻ എന്ത് ചെയ്യണം, നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ ലാഭത്തിലാക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള തീരുമാനം മാനേജ്മെൻറ്റിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതാണ് അക്കൗണ്ടിങ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. പിന്നെയുള്ള എൻഷുറിങ് റെഗുലേറ്ററി കംപ്ലയൻസ്, മെയിൻ്റനൻസ്, ആക്യുറേറ്റ് റെക്കോർഡ്. ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് റെഗുലേറ്ററി ആയിട്ട്, മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് അതിൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ പോയിന്റ് പറയുന്നത്. എൻഷുറിങ് റെഗുലേറ്ററി കംപ്ലയൻസ്, മെയിൻ്റെയിനിങ് ദ ആക്യുറേറ്റ് റെക്കോർഡ്. അതായത് നിയമം പറയുന്ന അനുസരിച്ചുള്ള റെക്കോർഡ്, നമുക്ക് കൃത്യമായ റെക്കോർഡ് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കൊടുത്തേക്കുന്നത് എസെൻഷ്യൽ ഫോർ ടാക്സ് റിപ്പോർട്ടിംഗ് ഫോർ ഫിനാൻഷ്യൽ ഓഡിറ്റ്. ഫിനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി, ടാക്സ് റിപ്പോർട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ആവശ്യമാണ്. അത് കഴിഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടിങ്. എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെ ആവശ്യകത. മറ്റേതെന്ന് പറയുന്നത് നീഡാണ്. ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതും ഇതാണ് എന്ത് കാര്യത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതുമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് ഫെസിലിറ്റേറ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, എക്സെട്ര. അതായത് ഈ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം അതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഹെൽപ്പ് അസസിങ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്സിന് പൊസിഷൻ, പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും
നമ്മൾ അക്കൗണ്ടിങ് ചെയ്യേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് എൻഷുറിങ് ട്രാൻസ്പെറൻസി ആൻഡ് ആക്യുറസി ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. നമ്മൾ ഒരാൾക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ട്രാൻസ്പെറൻസി, സുതാര്യതയും അല്ലെങ്കിൽ അതിൻ്റെ കൃത്യതയും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതാണ് ആ ഒരു ഇത് കൃത്യമായിട്ട് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ല, അക്കൗണ്ടിങ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാം, ഇതെല്ലാം ഏകദേശം ഒരേ പോയിന്റുകൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. സെയിം തന്നെയാണ് ഏകദേശം വരിക, എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ്. ഒന്നാമത് ഡിസിഷൻ മേക്കിംഗ്, നമ്മളിവിടെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ആദ്യം പറഞ്ഞ ആവശ്യകതയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് എന്താണ്, ബിസിനസ്സിന് ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു. രണ്ടാമത്തെ അക്കൗണ്ടബിലിറ്റി, ഷോ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്, ബിസിനസ്സിനോട് താല്പര്യമുള്ള ആളുകൾ. അതായത് ബിസിനസ്സിനോട് താല്പര്യമുള്ളത് ബിസിനസ്സിൻ്റെ സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഗവൺമെൻറ്, അങ്ങനെയുള്ള ആളുകൾക്ക് ബിസിനസ്സിൻ്റെ പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷൻ, ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ അടുത്തത് ടാക്സേഷൻ, അതായത് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കാൻ വേണ്ടി, നമുക്ക് ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ടാക്സ് തീരുമാനിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രോസസ്സിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ലീഗൽ കംപ്ലൈൻസ്, അതായത് ബിസിനസ് കോംപ്ലിമെൻറ്റ് വിത്ത് റെഗുലേഷൻ, ബിസിനസ് എന്താണ് ഹെൽപ്പ്, ബിസിനസ് സ്റ്റേ വിത്ത് കംപ്ലൈൻറ്റ് വിത്ത്, അപ്പം ബിസിനസ്സിന് നിയമപരമായിട്ട് നമുക്ക് അതിനൊരു എക്സ്റ്റൻഷൻസ് വരുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനിയുള്ള പോയിന്റുകൾ തൊട്ടാണ് നമ്മൾ അക്കൗണ്ട്സിൻ്റെ മെയിൻ ബേസിക്സ് തുടങ്ങുന്നത്. ഒന്ന് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി. ഈ ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടൻസിയും പലർക്കും തെറ്റിപ്പോകുന്ന ഒരു ടൈമാണ്. എന്താണ് ബുക്ക് കീപ്പിംഗ്, എന്താണ് അക്കൗണ്ടൻസി എന്നുള്ളത്. ഒന്നാമത്തെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് റെഫേഴ്സ് ടു പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഡേ ടു ഡേ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഡേ ടു ഡേ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഡേ ടു ഡേ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അടുത്തത് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ദ ബോർഡർ ഫീൽഡ് ഓഫ് എൻകോമേഴ്സ് പാസസ് ബുക്ക് കീപ്പിംഗ് ആസ് വെൽ ആസ് ദ അനാലിസിസ്, റിപ്പോർട്ടിംഗ്, ഇന്റർപ്രിട്ടേഷൻ, ഫിനാൻഷ്യൽ ഡേറ്റ. അതായത് ഒരു അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒരു വലിയൊരു ഏരിയ ആണ്. അതിനകത്ത് അനാലിസിസും റിപ്പോർട്ടിങ്ങും ഇന്റർപ്രിട്ടേഷനും ഒക്കെ വരും. ഒരു ഫിനാൻഷ്യൽ ഡേറ്റ എടുത്തിട്ട് അതിനെ അനാലിസ് ചെയ്യുകയും അത് മറ്റൊരാൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് അക്കൗണ്ടൻസി. മറ്റേ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമാണ്. അത് കഴിഞ്ഞ് കൊടുക്കുന്നത് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് ആസ് ദ only record with quantifiable transaction, ignore the quantitative aspect like the customer satisfaction. അതായത് ഇതിനകത്ത് ക്വാണ്ടിറ്റി ചെയ്യാവുന്ന മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്വാളിറ്റിക്ക് അക്കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല. അത് ഉദാഹരണമാണ് അവർ പറഞ്ഞേക്കുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എത്രത്തോളം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡേറ്റ മേ ബി നോട്ട് ഫുൾ റിഫർ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ കണ്ടീഷൻ. ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുക. ഇത് ചിലപ്പോൾ ഫ്യൂച്ചറിലുള്ള ഫിനാൻഷ്യൽ കണ്ടീഷൻ ചിലപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് ഇല്ല. അതിന് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഫ്യൂച്ചർ പ്രൊജക്ഷൻസ് ഓഫ് ബജറ്റ്. ചിലപ്പം ഫ്യൂച്ചറിലോട്ടുള്ള ബജറ്റിലോട്ട് നമുക്ക് ഇത് ഏകദേശം സിമിലർ പോയിന്റ് തന്നെയാണ്. ഡി നോട്ട് ഇൻക്ലൂഡ് ദ പ്രൊജക്ഷൻ ബജറ്റ്. നമുക്ക് ഫ്യൂച്ചറിലോട്ടുള്ള ബജറ്റിലോട്ട് ഇത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് കഴിഞ്ഞ് സബ്ജക്റ്റീവ് വാല്യൂഷൻ എസ്റ്റിമേഷൻ. സബ്ജക്റ്റീവ് വാല്യൂമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് ആണ് എടുത്ത് ചെയ്യുന്നത്. ഉദാഹരണമാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റിന് തേയ്മാനം എന്ന് പറയും.
അതായത് ഒരു അസറ്റിനെ എത്ര കാലം ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇത്ര രൂപ തേയ്മാനം വരുമെന്ന് നമ്മളൊരു എസ്റ്റിമേഷൻ എടുത്തിട്ട് ഒരു റേറ്റ് ഒരു പെർസെൻറ്റേജ് ഓഫ് റേറ്റ് അനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലുള്ളത് എസ്റ്റിമേറ്റ് ആണ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ ചില കാര്യങ്ങൾ സബ്ജക്റ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ എസ്റ്റിമേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.